നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. 74,088 ഘനമൂലം എത്ര? എന്താണ് ഈ ഘനമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്യൂബ് റൂട്ട് എത്ര? അപ്പോൾ നിങ്ങൾ ഒരു 10 വരെ ഉള്ളതിൻ്റെ ക്യൂബ് റൂട്ട് നമുക്ക് ആദ്യം ഒന്ന് പഠിച്ചു വെക്കാം. നോക്കിക്കേ, 1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 3 ക്യൂബ് 27, 4 ക്യൂബ് എത്രയാ 64, 5 ക്യൂബ് എത്രയാ 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9ൻ്റെ ക്യൂബ് 729, 10ൻ്റെ ക്യൂബ് 1000. ഇത്രയൊന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ സംഖ്യയുടെ ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു 5, 4, 5, 6 ഒക്കെ അക്കം വരുന്ന സംഖ്യകളുടെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അക്ക സംഖ്യ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എത്ര അക്ക വന്നേക്കുന്നത്? 5 അക്കമാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 അക്ക സംഖ്യ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ രണ്ടാമത്തെ അക്കം കണ്ടുപിടിക്കാം. ഇതൊരു ട്രിക്കാണ്. ശരിക്കും ഇങ്ങനെയല്ല, നമ്മൾ ഫാക്ടറൈസ് ഒക്കെ ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ അക്കം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇതിൻ്റെ അവസാനത്തെ സംഖ്യ നോക്കുക. എത്രയാണ് അവസാനത്തെ സംഖ്യ? 8 അല്ലേ. 8 എന്ന് പറയുന്നത് ഇതിനകത്ത് 8 വരുന്നത്, അവസാനം 8 വരുന്ന സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. 2ൻ്റെ ക്യൂബ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8 ആണല്ലേ. അപ്പോൾ നമ്മൾ ആ 2 ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതാ കണ്ടുപിടിക്കണ്ടേ. ഇനി നമുക്ക് ഈ 3 സംഖ്യ, ഇതിൻ്റെ 3 സംഖ്യകൾ നമുക്കിനി വേണ്ട. ബാക്കി എത്രയാണുള്ളത്? 74 74 ആണുള്ളതെങ്കിൽ ഇതിനകത്ത് 74 ഏതിൻ്റെ ഇടയിൽ വരുന്നെന്ന് നോക്കുക. ഇവിടെ 74 വരുന്നത് എവിടെയാണ്? 64നും 125നും ഇടയിലല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഈ 2ൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്? 74 വരുന്നത്. ഇങ്ങനെ വരുന്നതിൽ ഏതാണ് ചെറിയ സംഖ്യ അതെടുക്കുക. ചെറിയ സംഖ്യ ഇവിടെ ഏതാണ്? 4ൻ്റെ ക്യൂബാണല്ലേ. അപ്പോൾ ആ 4 എന്ന് പറയുന്നത് ഇവിടേക്ക് എഴുതുക. അപ്പോൾ ഈ 74,088ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 42 ആണ്.